അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ നമുക്ക് അടിപൊളി ഒരു വാനില സ്പഞ്ച് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 6 എഗ് എടുത്തിട്ട് അതിന്റെ യോക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1.5 kg റെസിപ്പിയാണ്. 1 kg ആണെന്നുണ്ടെങ്കിൽ 4 എഗ് എടുത്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വാനില എസൻസ്, മിൽക്ക്, അതേപോലെ തന്നെ ഓയിൽ, പൗഡർ ഷുഗർ, മൈദ ഇതെല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം മെഷർമെന്റ് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടേക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ എഗ് വൈറ്റ് നമുക്ക് നന്നായിട്ട് നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത് ഇതേപോലെ പതഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് 1.5 kg മെഷർമെന്റിലാണ് നമ്മൾ ചെയ്യുന്നത്. 1 kg ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്താൽ മതി. ഇതിപ്പോ നമ്മൾ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു എഗ് വൈറ്റ് നല്ല സ്റ്റിഫ് പീക്ക് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എഗ് വൈറ്റിനകത്ത് ഒട്ടും എഗ് യോക്ക് വരരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നന്നായിട്ട് നല്ല സ്റ്റിഫ് പീക്കായിട്ടൊന്നും ബീറ്റ് ചെയ്താൽ കിട്ടത്തില്ല. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടുത്ത ബീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ഇതുവരെ ഹൈ സ്പീഡിലിട്ടാണ് നല്ല സ്റ്റിഫ് പീക്കാക്കി എടുത്തത്. ഇനി ഇതിലേക്ക് വാനില എസൻസും ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ട് നമ്മൾ ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് നമ്മളിപ്പോൾ 1.5 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് എഗ് യോക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കണം. അത് 1 by 1 ആയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കല്. ഒരെണ്ണം ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ അടുത്തത് ആഡ് ചെയ്ത് അങ്ങനെ വേണം ആഡ് ചെയ്യാൻ. ഇതിപ്പോ സ്റ്റാൻഡ് മിക്സർ ആയതുകൊണ്ട് ഈ ഒരു പരിപാടി വളരെ എളുപ്പമാണ്. ഹാൻഡ് ബീറ്റർ ആണെങ്കിൽ ഇതെല്ലാം നമുക്കൊരു മെനക്കേടായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ സ്റ്റാൻഡ് മിക്സർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹാൻഡ് ബീറ്ററിലോട്ടൊരു മടങ്ങിപ്പോക്കെന്ന് പറഞ്ഞാൽ അത് വളരെ ദുരിതമായിരിക്കും. ഇതിപ്പോ എഗ് യോക്ക് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോ ലോ സ്പീഡിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. കാരണം വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കി ഇട്ടേക്കുന്നതുകൊണ്ടാണ് അത് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കറങ്ങുന്നത് പോലെ തോന്നുന്നത്. പിന്നെ അതിനകത്തേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോയുടെ ബാറ്റർ ആണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇതിപ്പം 1.5 കിലോയുടെ ബാറ്റർ തയ്യാറാക്കുന്നത് കൊണ്ടാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പാലും 3 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. 1 kg ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലുമാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ബാറ്റർ കുറച്ച് തിക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാലിന്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ ആക്കാം. പക്ഷെ ഒരുപാട് ലൂസ് ആയി പോകുന്ന രീതിയിൽ ബാറ്റർ ആയി പോകരുത്. അതുകൊണ്ട് ലിക്വിഡ് കണ്ടന്റ് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ചേർക്കാൻ. ഇതിപ്പം ബാറ്ററിന്റെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാൻ ആ വിസ്ക് കൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഓവറായിട്ടിട്ട് മിക്സ് ചെയ്യല് വളരെ സോഫ്റ്റ് ആയ രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. നിങ്ങൾക്ക് ആ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാവും. വളരെ സോഫ്റ്റ് ബാറ്റർ ആണ്. ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് താന്നു പോകും. അപ്പൊ പിന്നെ നമ്മുടെ കേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൊങ്ങി വരത്തില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ബാറ്റർ ആണ്. അപ്പൊ ഈ ഒരു ബാറ്റർ നമ്മൾ ഒരു 6 ഇഞ്ചിന്റെ പാനിലും 2 7 ഇഞ്ചിന്റെ പാനലുമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു 1 kg കേക്കും ഒരു 1/2 kg കേക്കും ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഈ ഒരു ബാറ്റർ കുറച്ച് തിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ച് വേണം ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര ഫ്ലോയിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബാറ്റർ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഓരോ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാൻ. ഞാനിവിടെ ബാറ്റർ ഒക്കെ തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാറ്റർ എല്ലാം ടിന്നിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സൂക്ഷ്മം പോലെ കറണ്ട് അങ്ങ് പോയി. പിന്നെ ഇനി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. വെയിറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ബാറ്റർ എന്തായാലും കേക്ക് ടിന്നിൽ ഒഴിച്ചുകൊണ്ട് ഞാൻ എല്ലാ ടിന്നും ഒന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് വന്നു. വീണ്ടും നമ്മൾ ഓവൻ പ്രീഹീറ്റ് ആക്കി. എന്നിട്ട് നമ്മുടെ കേക്ക് ടിന്നെല്ലാം എടുത്ത് ഓവനകത്തോട്ട് വെച്ചു. അത്രയും സമയം കേക്കിന്റെ ആ ഒരു ബാറ്റർ പുറത്ത് തന്നെ ഇരുന്നത് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കാരണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് റിയാക്ഷൻസും കാര്യങ്ങളും ഒന്നും അതിനകത്ത് നടക്കത്തില്ല. പിന്നെ അതിനകത്തിട്ട് നമ്മൾ ഇളക്കാനും പിടിക്കാനും ഒന്നും പോകാതിരുന്നാൽ മതി. പറഞ്ഞു വന്നത് ഒരു 15 മിനിറ്റ് ബാറ്റർ പുറത്തിരുന്നാലും വലിയ പ്രശ്നം വരത്തില്ല. ഇനി അതിൽ കൂടുതൽ പുറത്തിരിക്കുമോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും മാത്രമേ പരീക്ഷിച്ച് നോക്കിയുള്ളൂ. ബാക്കി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഞാൻ 15 മിനിറ്റ് ബാറ്റർ പുറത്ത് വെച്ച കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും 15 മിനിറ്റ് കൂടുതൽ ഇരിക്കുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കിയോളാം ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒരു ക്ലോത്ത് ഇട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. കാരണം നമ്മൾ അടപ്പൊക്കെ വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഈ ആവി വെള്ളം വന്ന് വീണ് സ്പഞ്ചിനകത്ത് മൊത്തം നനവായി പോകും. ഇതിപ്പോ നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ സ്പഞ്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. സ്പഞ്ച് കാണുമ്പോൾ തന്നെ എനിക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. നമ്മൾ ഈ 7 ഇഞ്ച് ചെയ്ത 2 കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്ത് ടോട്ടൽ 4 ലെയറായിട്ടാണ് 1 kg കേക്കിന് ഐസിങ്ങിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഇതേപോലെയുള്ള കൂടുതൽ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.